ഒരു വട്ടം കൂടി നാം ചേരുന്നു ഓർമ്മകൾ നിറയിത്തളിർക്കുന്ന കൽപ്പറമ്പിൽ. ഒരു വട്ടം കൂടി നാം ചേരുന്നു ഓർമ്മകൾ നിറയിത്തളിർക്കുന്ന കൽപ്പറമ്പിൽ. വരി നീണ്ട 30 ആണ്ടേറെ കഴിഞ്ഞാലും ഇവിടെ എത്തുമ്പോൾ ഇളം ചെറുപ്പം, ഇവിടെ എത്തുമ്പോൾ ഇളം ചെറുപ്പം. ഇതുവരെ കാണാതിരുന്നവരെങ്കിലും ഇന്നലെ കണ്ട പോലിഴയടുപ്പം. ഇതുവരെ കാണാതിരുന്നവരെങ്കിലും ഇന്നലെ കണ്ട പോലിഴയടുപ്പം. പകലിൻ്റെ തിണ്ണയിൽ വിരൽ ചേർത്തെഴുതുന്ന നിറസൗഹൃദത്തിനോ പൂത്തിളക്കം. വരിക പ്രിയപ്പെട്ട കൂട്ടരെ, വീണ്ടും ഈ തണലിൽ നമുക്കൊത്തു ചേർന്നു നിൽക്കാം. ഈ തണലിൽ നമുക്കൊത്തു ചേർന്നു നിൽക്കാം. പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി അധ്യക്ഷനെ ക്ഷണിക്കുന്നു. നമ്മുടെ മംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2002-2003 അധ്യയന വർഷം 10ാം ക്ലാസ് പാസ്സായി പോയ അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരുടെ കൂടെ അല്പനേരം ചെലവഴിക്കാൻ വേണ്ടിയാണ് കുറച്ചു കാലം മുമ്പ് നമ്മൾ തീരുമാനിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. മീനു മീതു ഹണി. സ്നേഹമാണു നീ ദൈവമേ, സത്യമാണു നീ ദൈവമേ,
കൂടെ 2000-2003 കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുകയും എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത 1-2 സഹപാഠികളുണ്ട്. അവരെ അനുസ്മരിക്കുന്നതിനായി ഷിയാസിനെ ക്ഷണിക്കുന്നു. വളരെ ബഹുമാനവും അതിലുപരി ആദരവും നിറഞ്ഞ പ്രിയ ഗുരുക്കന്മാർ, എൻ്റെ സഹോദരി സഹോദര വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടി, അഥവാ സെൻഡ് ഓഫ് എന്ന രീതിയിൽ ഈ മംഗലം GHSS സ്കൂളിന്റെ പടികൾ വളരെ വികാര നിർഭരമായി ഇറങ്ങിപ്പോയവരാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും. വീണ്ടും നമുക്ക് ആ 22 വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു ഒരു കൂട്ടായ്മ, അതാ ഒരു മീറ്റപ്പ് എന്ന രീതിയിൽ, ഒരു റീയൂണിയൻ എന്ന രീതിയിൽ ഇവിടെ മംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പടവുകൾ സന്തോഷകരമായി കയറി വരാൻ. ഈ ഒരു നിമിഷത്തിൽ അന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ചില ആളുകളെ നമ്മൾ ഇപ്പോൾ വളരെ വളരെ വിഷമത്തോടെ ഓർക്കുകയാണ്. വളരെ സന്തോഷപരമായ ഈ നിമിഷത്തിലും അവരെ നമ്മൾ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അവരില്ല, ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയി എന്നുള്ളത് വളരെ വ്യസനകരമായ ഒരു കാര്യമാണ്. ഒരു 4 ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഇപ്പോൾ വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഒന്ന് നിഷാര, ഒന്ന് അഞ്ജന, സന്തു ബോബൻ, രതീഷ്. ഈ 4 പേർ സുഹൃത്തുക്കൾ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കാണുമായിരുന്നു. അവരെ ഇല്ല എന്ന് കരുതി നമുക്ക് അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ ഒരു സമയം അധികം ടൈം ഒരുപാടായി, അതുകൊണ്ട് ഞാൻ വലിച്ചു കയറ്റി ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അവരെ ഒരു 2 സെക്കൻഡ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് അവരോടുള്ള ആ ഒരു സ്മരണ നമ്മൾ കാണിക്കണം. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഫസലുദ്ദീനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒരു അക്ഷരമുറ്റം എന്ന കൂട്ടായ്മ രൂപപ്പെട്ടിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ഇങ്ങനെയൊരു റീയൂണിയൻ, അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അത് ഇത്രയും വേഗം സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഒരുപാട് പേരെ ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു, പക്ഷേ അവരുടെയൊക്കെ നമ്പറുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഏതായാലും ഇത്രയും പേര് തന്നെ എത്തിച്ചേർന്നത് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ മാഹിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട റോയി സാർ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ഗ്രൂപ്പിന്റെ പേരിൽ ആദരം നൽകുന്നതിന് വേണ്ടി ഹണി മാത്യുവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഷിയാസിനെ ക്ഷണിക്കുന്നു. നമുക്ക് അതിമനോഹരമായിട്ട് മലയാളം പദ്യങ്ങളുമൊക്കെ ചൊല്ലി ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഈണം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുരളി സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സാറിനെ ആദരം നൽകുന്നതിന് വേണ്ടി ഷീബയെ ക്ഷണിക്കുന്നു. സാറിന് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഷമീനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക ശ്രീ രഞ്ജിനി ടീച്ചറിനെ ആദരം നൽകുന്നതിന് വേണ്ടി സന്ധ്യയെ ക്ഷണിക്കുന്നു. ആദ്യമായി ഷമീന ആദരം നൽകുന്നു. അടുത്ത സന്ധ്യയെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷാജി സാറിനെ ആദരം നൽകുന്നതിന് വേണ്ടി ഷെജിലെ ക്ഷണിക്കുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു ഷാജി സാറ്. സാറിന് ഞാൻ തന്നെ പൊന്നാട അണിയിക്കുകയാണ്. അടുത്തതായി നമ്മൾക്കൊരു പക്ഷേ എപ്പോഴും കണ്ട് നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ താമസിച്ചിട്ടുള്ളതായിരുന്നു നമ്മുടെ റസാഖ് സാറ്. സാറിന് ആദരം നൽകുന്നതിന് വേണ്ടി ഹരിനാഥിനെ ക്ഷണിക്കുന്നു. നമ്മുടെ വിദ്യ അടുത്തതായി നമ്മുടെ എല്ലാം ഒരുപക്ഷെ പേടി സ്വപ്നം എന്ന് പറയേണ്ടി വരും. റോയ് സാറ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേടി സ്വപ്നമാണ് നമ്മുടെ അമിത ടീച്ചർ. ടീച്ചറിന് അല്ല ഇങ്ങനെ സംസാരിക്കേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ടീച്ചർ പാത്തിരിക്കും വന്നിട്ട് ടീച്ചർ വന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഭയങ്കര ബഹളമായിരിക്കും. ഒരു ഞെട്ടലോട് കൂടിയാണ് പെട്ടെന്ന് സൈലന്റ് ആവുന്നത്. അതൊക്കെ പഴയ ഓർമ്മകൾ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പം ടീച്ചറിന് ആദരം നൽകുന്നതിന് വേണ്ടി ലിൻസിയെ ക്ഷണിക്കുന്നു. ഹഫീല പൂ കൊടുത്ത് ആദരിക്കുന്നു. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയമുള്ള സൂസൻ ടീച്ചറിന് ആദരം നൽകുന്നതിന് വേണ്ടി വിനീതയെ ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നു.
നമ്മുടെ എല്ലാം വളരെ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ ഒരുപക്ഷെ എൻ്റെ 8ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു, അല്ല 8ലല്ല 9 ക്ലാസ് ടീച്ചറായിരുന്നു നമ്മുടെ ശർമ്മ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സാറിന് ആദരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ രഞ്ജിനിയെ ക്ഷണിക്കുന്നു. സാറിന് പൊന്നാട അണിയുന്നതിന് വേണ്ടി വിനീതിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമുക്കേറെ പ്രിയമുള്ള നമ്മുടെ കനകമ്മ ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ടീച്ചറിന് ആദരം നൽകുന്നതിന് വേണ്ടി റാബിയായെ ക്ഷണിക്കുന്നു. അതോടൊപ്പം സുമയ്യയെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയമുള്ള, ഏറെ പ്രിയമുള്ള നമ്മുടെ ശ്രീലത ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ടീച്ചറിന് ആദരം നൽകുന്നതിന് വേണ്ടി സെമീനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സുലേഖയെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ, ഒരുപക്ഷെ നമ്മൾ വരുന്നതോടുകൂടി, അല്ല നമ്മൾ പോകുമ്പോൾ സാറ് ജോയിൻ ചെയ്യുമായിരുന്നു തോന്നുന്നു ആ ഇയറിൽ. പ്രിയമുള്ള ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്ററും കൂടിയാണ് നമ്മുടെ ഷംല സാറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സാറിന് ആദരം നൽകുന്നതിന് വേണ്ടി റൌഫിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സിദ്ദീഖിനെയും ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന മാഹിനെ ക്ഷണിക്കുന്നു. അടുത്ത നമ്മുടെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അധ്യാപകരെല്ലാവരും ഉണ്ട്. എന്നാലും വന്യനായ മുരളി സാറിനെ ആ ഒരു കർമ്മം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി
അധ്യക്ഷൻ മാഹിനെ ക്ഷണിക്കുന്നു. ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അല്ലെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടാത്ത ഒരു സംഭവം അത് തന്നെയാണ്. അതിൻ്റെ ഒരു വലിയ ഒരു കുറവുകളാണ് നമ്മുടെ ഈയടുത്തായിട്ട് മംഗല സ്കൂള് കേന്ദ്രീകരിച്ച് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അത് തിരിച്ചു വരണമെന്ന് തന്നെയാണ്. വടി എന്ന സംഭവം നമ്മുടെ സ്കൂളുകളിൽ തിരിച്ചെത്തണമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അടുത്തതായി നമ്മുടെ ഹണിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. 2003 SLC ബാച്ച് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വെച്ച്, സത്യം പറഞ്ഞാല് ഇതിങ്ങനെ ഷിയാസാണ് ഏറ്റവും കൂടുതൽ ഇത് നടക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് വിളിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തത്. അപ്പോ നമ്മള് 2002 ഫസലുദ്ദീൻ പറഞ്ഞു പേടി സ്വപ്നമായിരുന്നു അല്ലെ, സാറന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അത്തരം ഒരു ഏജ്, ഒരു 93 മുതൽ ഒരു 2005 വരെയൊക്കെ ഉള്ള ഒരു ഏജിനെ നമുക്ക് ഗോൾഡൻ ഏജ് എന്ന് തന്നെ വിളിക്കാം. കാരണം മംഗല സ്കൂളിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത ഒരു വിഭാഗം അധ്യാപകരുടെ സേവനം. നിസ്വാർത്ഥ സേവനം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ അധ്യാപക വൃത്തി കൊണ്ട് ഉപജീവനം കഴിയുന്ന ആളാണ്. അപ്പോൾ എൻ്റെ സ്കൂളും ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ബഹുമാനപ്പെട്ട സൂസൻ ടീച്ചർ ആ സ്കൂൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് 5 വർഷത്തോളം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ രക്ഷിതാക്കളുടെ ഒരു പിന്തുണയില്ലായ്മ. പക്ഷെ നമ്മുടെ രക്ഷിതാവ് എങ്ങനായിരുന്നു? 2 തല്ലുന്ന 2 കൂടെ വൈകിട്ട് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ വേണ്ട ഒരു സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ അധ്യാപകര് ശനിയും ഞായറും അടക്കം ക്ലാസ്സുകൾ എടുത്ത് നമുക്ക് വേണ്ട ഒരുപാട് അപ്പൊ ഒരു ഗുണം ഉണ്ടായ എന്താ? നമുക്ക് അറിവ് മാത്രമല്ല ഉണ്ടായത്, പകരം എന്തുണ്ടായി? തിരിച്ചറിവും കൂടെ ഉണ്ടായി അല്ലെ. മാതാപിതാക്കൾ ബഹുമാനിക്കണം, അധ്യാപകർ ബഹുമാനിക്കണം അല്ലെ, ഏത് നിലക്ക് പോകണം. ഡോക്ടറും കളക്ടറും ഒന്നും ആയില്ലെങ്കിൽ പോലും നമുക്ക് അറിവിന്റെ ഒപ്പം തിരിച്ചറിവുണ്ടായി. നമ്മുടെ വന്യ ഗുരുനാഥന്മാരെ ആദരിക്കണം, അവരോട് സ്നേഹം പുലർത്തണം, അതുപോലെ നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടുന്നാണ്. ഇവിടെ ഈ അക്ഷരത്തിലൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ അക്ഷരം, ഇംഗ്ലീഷിലെ ഈ അക്ഷരം, ഈ അക്ഷരം പോലൊരു ബിൽഡിംഗ് മംഗല സ്കൂളിലുണ്ട്. ഓഫീസിൽ നിൽക്കുന്ന ബിൽഡിംഗ് ഈ അക്ഷരം പോലിരിക്കുക. അതിന്റെ പടിഞ്ഞാറ് തലക്കൽ രാവിലെ ഒരു 3-4 പീരീഡ് പടക്കം പൊട്ടല പണി. പടപടോന്നാ പൊട്ടുന്നത് അല്ലെ. ആദ്യം വന്ന് നോക്കുന്ന ബൈക്കൊക്കെ ഉണ്ടോ നോക്കും. ഇപ്പൊ എന്റെ സ്കൂളിൽ തന്നെ പിള്ളേർ നോക്കുന്നുണ്ട്, രാവിലെ വന്നിട്ടുണ്ടോ കാലമാടൻ. അപ്പൊ പിള്ളേര് പറയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാറിന്റെ അടുത്ത് പറഞ്ഞ ശിശു അവകാശത്തിന്റെ നമ്പർ എന്ന് വേണം, മാഹിൻ സാറിനെ കുറിച്ചൊരു കംപ്ലൈന്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ കോലത്തിൽ നമ്മൾ ആ നിലയ്ക്ക് തന്നെ കിട്ടിയ കുട്ടികളെ നന്നായി എന്ന് വെച്ചാൽ ഒരു MBBS അല്ലെങ്കിൽ അതേപോലെ എത്തിച്ചില്ലെങ്കിൽ പോലും അവരെ തിരിച്ചറിവുള്ളവരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്താ കാര്യം? ഈ അധ്യാപകരാണ് നമുക്ക് അതിന് പ്രചോദനം നൽകിയത്. ഇവര് കാണിച്ചിട്ടുള്ള റോയ് സാറിന്റെ ഭാര്യയുടെ ഒരു വാചകം ഞാൻ പറയണം, സാറ് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഒരു അധ്യാപകനോട് ചോദിച്ചാണ്, സാറേ ഞങ്ങൾക്കൊരു ജീവിതം വേണ്ടത്, സാറേ ഞങ്ങൾക്കൊരു ജീവിതം വേണ്ടത്. റോയ് സാറിന്റെ വീട് ഒരു HSL ശമ്പളമൊക്കെ വെച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കുന്നത് വളരെ വേഗം ഉണ്ടാകും. പക്ഷേ സാറ് വീടുണ്ടാക്കി ഈ അടുത്താണ്. കാരണം ഇവിടെ തന്നെ ഓരോ അധ്യാപകരും അങ്ങനെയാണ്. ഇവിടെ തന്നെ ചെലവഴിച്ച സമയം ഈ സ്കൂളിനെ മെച്ചപ്പെടുത്തുന്നതിൽ, ഇവിടുത്തെ മക്കളെ ഉയർത്തിയെടുക്കുന്നതിൽ, പാവപ്പെട്ടവന്റെ മക്കളെ ഒരുപാട് ഉയർന്ന സ്ഥാനങ്ങൾ എത്തിക്കുന്നതിലൊക്കെ എന്ത് ചെയ്തു? കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാലും എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ കഴിയും. അപ്പൊ അങ്ങനെയൊക്കെ അധ്യാപകർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഉയരങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു നന്ദി അവരോട്. ഇപ്പം ഒരുപാട് സ്ഥാപനങ്ങളിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവർ പലരും റിട്ടയർ ചെയ്തിരിക്കുന്നത്. ആ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടീമിന്റെ വിദ്യാർത്ഥികളായിരിക്കാൻ, മക്കളായിരിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. ഈ ഒരു ടീമിനെ ഇവിടെ തന്ന
ദൈവം. നമുക്കതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എബിലിറ്റി ഈസ് നത്തിങ് വിത്തൗട്ട് ഓപ്പർച്യൂണിറ്റി എന്ന് നെപ്പോളിയൻ പറഞ്ഞ വാദം. നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റിട്ട് ഒരു ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോൾ അയാളോട് ചോദിച്ചു, തലമുറയ്ക്ക് വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, എബിലിറ്റി ഈസ് നത്തിങ് വിത്തൗട്ട് ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഒരു അവസരം ഇങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിവുള്ളവരായി തീർന്നത്, അറിവുള്ളവരായി തീർന്നത്, വിവേകമുള്ളവരായി തീർന്നത്. അതുകൊണ്ട് ഈ എക്കാലവും ആ അധ്യാപകരുള്ള നന്ദിയും കടപ്പാടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ ഉപക്രമം അവസാനിപ്പിക്കണം. ഹണി മാത്യു ഒരു പാട്ട് പാടും. കുട്ടി പാട്ടുകാരായിരുന്നു. ഹണി, ഹർഷ, ഹാൻസി, മംഗലം സ്കൂളിൻ്റെ പാട്ടുകാർ. ഞാനിവിടുന്ന് +2 കഴിഞ്ഞ് നേരെ പോയത് സംഗീത കോളേജിലേക്കാണ്. ഇന്ന് ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. അർത്തിങ്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. ഞങ്ങളെ ഒരുപാട് മത്സരത്തിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ശാന്ത ടീച്ചർ, പ്രത്യേകിച്ച് കനകമ്മ ടീച്ചർ, എത്ര ദൂരത്തൊക്കെ ആണെങ്കിലും മത്സരത്തിന് കൊണ്ടുപോകുമ്പം ഓരോരുത്തർ ടീച്ചറിനോട് ചോദിക്കും, ഇത് മോളാണോ എന്ന് ചോദിക്കും. ഇന്ന് ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ മത്സരത്തിന് പോകുമ്പോൾ എന്നോട് ചോദിക്കും, മക്കളാണ്. ഞാൻ അപ്പോൾ ഉടനെ ടീച്ചറിനെയൊക്കെ ഓർക്കും. കാരണം അതുപോലെയാണ് ഞങ്ങളെ അവർ കൊണ്ടു നടന്നത്. ഇന്ന് ഞങ്ങളുടെ മക്കളെ അതേപോലെ കൊണ്ടു നടക്കുന്നു. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നന്ദി.
ശാന്ത ടീച്ചർ വരാമെന്ന് പറഞ്ഞത് ടീച്ചറിന് വയ്യ, പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ വരാഞ്ഞത്. താല്പര്യമായിരുന്നു വരാൻ, പക്ഷെ തൃശ്ശൂരിൽ നിന്ന് വരാനുള്ള പ്രയാസമുണ്ട്. അടുത്തത് താങ്ക് യു ഹണി, നല്ലൊരു മെലോഡിയസ് വോയിസ്. ജൂണിൽ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ആ ഒരു രാജ്യത്തെ എവിടെ തോറ്റു കിടക്കുന്ന പിള്ളേരുണ്ടോ അവരെല്ലാം വന്ന് പരീക്ഷ എഴുതുന്ന സ്ഥലമായിരുന്നു ഇത്. ആ ഒരു സമ്പ്രദായത്തിലെ തന്നെയല്ല അന്ന് വലിയ എന്താണ് യോഗം ഒരു വലിയ സമ്മേളനമായിരുന്നു, സാഹിത്യ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് സാറാണ്, ഡോക്ടർ അജു നാരായണനാണ് ഇവിടുത്തെ നമ്മുടെ ഗാന്ധിക്കാർ വന്നപ്പോൾ മറ്റ് നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിരുന്ന ഒരുപാട് പേര് ഞങ്ങളെപ്പോലെ പെൻഷൻ പറ്റിയ ഒരു നല്ല ശതമാനം ആളുകളുടെ എല്ലാം കൂടി ഏതാണ്ട് ഒരു 500ഓളം പേര് പങ്കെടുത്ത ഒരു വലിയ സമ്മേളനത്തിൽ വെച്ചാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിൻ്റെ പേര് രാത്രിയിൽ വിടരുന്ന പൂക്കൾ എന്നാണ്. അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ എടുത്തില്ല. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ. എൻ്റെ പേര് ഷെമീന, 10ലാണ് പഠിച്ചത്. എൻ്റെ വീട് അറാട്ടിയാണ്. എൻ്റെ കല്യാണം കഴിച്ചിരുന്നത് അറാട്ടിയാണ്. ഇവിടെ തന്നെ പഠിച്ച മുഹമ്മദ് നൗഫലാണ് എൻ്റെ ഹസ്ബൻഡ്. പോലീസിലാണ്. വിയോരം ഇല്ല, നാവലിക്കരയില്ല. എനിക്ക് 3 മക്കളാണ്, 2 മോനും 1 മോളും. സന്തോഷമുള്ള ഒരു കുടുംബം ജീവിതം. എൻ്റെ പേര് സെമീന. ഞാൻ 10യിൽ ഷാനവാ സാറിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ വീട് പത്തിശ്ശേരി. എന്നെ കെട്ടിച്ചത് ഐക്യ ജംഗ്ഷൻ. ഞാൻ ഹണി 10F ഗീത ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. ഹസ്ബൻഡും ടീച്ചറാണ്, 2 ആൺകുട്ടികൾ. എൻ്റെ പേര് ഷീബ. ഞാൻ 10Cയിലായിരുന്നു പഠിച്ചത്, ഷായ് സാറിൻ്റെ ക്ലാസ്സിൽ. എനിക്കൊന്നും പറയാനില്ല. ഞാൻ രഞ്ജിനി 10Dയിലാണ് പഠിച്ചത്. ശർമ്മ സാറാണ് എൻ്റെ ക്ലാസ്സിൽ. എൻ്റെ പേര് ഷെജില. 10Dയിൽ ശർമ്മ സാറിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. എന്നെ തൃക്കുന്നപ്പടി അടിച്ച. എൻ്റെ വീട് പതിയാങ്കര. എൻ്റെ പേര് രമ്യ. ഞാൻ 10Fലാണ് പഠിച്ചത്, ഗീത ടീച്ചറുടെ ക്ലാസ്സിൽ. എൻ്റെ പേര് അനുമോൾ. ഞാൻ 10A അമിത ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. എൻ്റെ പേര് വിനിത. ഞാൻ 10Fലാണ് പഠിച്ചത്, ഗീത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ. എൻ്റെ വീട് തൃശ്ശൂരിലാണ്. എൻ്റെ കല്യാണം കഴിച്ചത് അയക്കുന്നത്. ഹസ്ബൻഡ് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് വയനാട് വർക്ക് ചെയ്യും. 2 കുട്ടികളുള്ള സന്തോഷമായിരുന്നു. വിദ്യ 10Fലാണ് പഠിച്ചത്, 2 മക്കള്. എൻ്റെ പേര് ഷാഹിന. ഞാൻ 10A അമിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിച്ചു. എൻ്റെ പേര് ഹസീന. ഞാൻ 10Aയിലാണ് അമിത ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. എൻ്റെ പേര് അജീന. ഞാൻ 10A അമിത ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. എൻ്റെ പേര് സൗദത്ത്. ഞാൻ 10F ഗീത ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. എന്നെ അയച്ചത് കരുനാഗപ്പള്ളിയിലാണ്. എനിക്കൊരു മോളുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എൻ്റെ പേര് സുലേഖ. ഞാൻ സർവസാറിൻ്റെ ക്ലാസ്സിൽ 10Dയിൽ പഠിച്ചത്. എൻ്റെ പേര് ഹമീദ. ഞാൻ 10Fയിൽ ഗീത ടീച്ചറുടെ ക്ലാസ്സിലാണ്. വിവാഹം കഴിച്ചത് കായ്മ. എൻ്റെ പേര് സഫീന. ഞാൻ 10C ഷായ് സാറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. എന്നെ അയച്ചത് അമ്പലപ്പുഴ. എൻ്റെ പേര് ജസീന. ഞാൻ 10Aയിൽ അമിത ടീച്ചറുടെ ക്ലാസ്സിലാണ് പഠിച്ചത്. ഞാൻ സന്ധ്യ. 10Cയിലാണ്. ഷായ് സാറാണ് എൻ്റെ ക്ലാസ്സിൽ. ഞങ്ങൾ 2 പേരുടെ പറയുന്നതായിരിക്കില്ല. ഞങ്ങൾ ശർമ്മ സാറിന്റെ കുട്ടികളാണ്. 10Dയിലാണ് പഠിച്ചത്. മീനും.
എൻ്റെ പേര് ലിൻസി. ഞാൻ 10 അമൃത ടീച്ചറിന്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ താമസിക്കുന്നത് അമ്പലപ്പുഴ. എൻ്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെയാണ്. ഞാൻ ആലപ്പുഴ WMC ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സുഖമായിട്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാ ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അതിനുവേണ്ടി ഓടിയെത്തിയതാണ്. എൻ്റെ പേര് പ്രീത. ഞാൻ 10B റോയ് സാറിന്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. തൃക്കുന്നപ്പുഴയിൽ താമസിക്കും. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ 10 അമൃത ടീച്ചറിന്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. ഞാൻ വട്ടച്ചാൽ എന്ന് പറയും. എൻ്റെ പേര് അഖീല. ഞാൻ 10 അമൃത ടീച്ചറിന്റെ ക്ലാസ്സിലാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീത്. 10Bയിലാണ് പഠിച്ചത്. ഓർവൈ സാറായിരുന്നു ക്ലാസ് ടീച്ചർ. ഇപ്പോൾ PWD കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞു. ഒരു കുട്ടിയുണ്ട്. ജീവിതം സുഖമായിട്ട് പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നജി. ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഷാരകൻ സാറിൻ്റെ 10Bയിലായിരുന്നു പഠിച്ചത്. ഹലോ, എൻ്റെ പേര് വിനീഷ്. ഞാൻ ഷായിഷാന്റെ C 10C. എൻ്റെ പേര് സുമയ്യ. ഞാൻ 10Fലായിരുന്നു ഗീത ടീച്ചറിന്റെ ക്ലാസ്സിൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തൻസീർ. 10Fലാണ് പഠിച്ചത്. കല്യാണം കഴിഞ്ഞ് 2 മക്കള്. വൈഫ് മിലിറ്ററി വർക്ക് ചെയ്യുന്നു. ഞാൻ മിലിറ്ററിയിലായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സിൽ ആലപ്പുഴ കളക്ടറേറ്റ് കൺട്രോൾ റൂമിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ ടീച്ചർമാരെ കാണാൻ സാധിച്ചിട്ട് ഭയങ്കര ഹാപ്പി. അടിപൊളി. എൻ്റെ പേര് സുജിത്ത്. 10Cയിലാണ് ഷായി സാറിൻ്റെ ക്ലാസ്, മംഗലം. എൻ്റെ പേര് ശ്യാമനാഥ്. ഷാരക സാറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. വിവാഹം കഴിഞ്ഞ് നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ 10Cയിലായിരുന്നു പഠിച്ചത്. ഷായി സാറിൻ്റെ. ഞാൻ രജുമോൻ. സ്നേഹനിധിയായ ഷായി സാറിന്റെ ക്ലാസ് 10Cയിലാണ് പഠിച്ചത്. എൻ്റെ പേര് രാജ് സോമൻ. ഞാൻ 10Dയിൽ ശർവസാറിന്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. എൻ്റെ പേര് രാംകുമാർ. ഞാൻ ഷായി സാറിൻ്റെ ആയിരുന്നു 10C. വിവാഹം കഴിഞ്ഞു. കുട്ടികളൊന്നും ആയിട്ടില്ല. സുഖം. എൻ്റെ പേര് നിസാം. ഞാൻ 10F സൊസൈറ്റി ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഹരിനാഥ്. 10Fല് GHG സെൻട്രൽ ക്ലാസ്സിൽ പഠിച്ചു. എൻ്റെ പേര് പ്രേംജി. ഞാൻ 10Fൽ ഗീത ടീച്ചറിന്റെ ക്ലാസ് പഠിച്ചു. എൻ്റെ പേര് റൌഫ്. 10Cയിലാണ് ഷായി സാറാണ് ക്ലാസ്. ഇപ്പം ഞാൻ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നു. 2 കുട്ടികൾ. എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഇനി ഇതേപോലെ കൂടാമെന്നുള്ള പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഷഹന. ഞാൻ 10Bയിൽ ഷാരകൻ സാറിന്റെ ക്ലാസ്സിൽ. എൻ്റെ പേര് സിദ്ദീഖ്. 10Aയിൽ ഷാരകൻ സാറിൻ്റെ ക്ലാസ്സായിരുന്നു.
സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. ഇനിയും കൂടണം. എൻ്റെ പേര് ഫസിൽ. ഞാൻ 10C ഷാജി സാറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്. എനിക്ക് മെയിൻ്റെ പരിപാടിയാണ്. അതോടൊപ്പം തന്നെ സൈഡായിട്ട് പൊതുപ്രവർത്തനമുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എൻ്റെ പേര് ഷിയാസ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. 10യിലാണ് പഠിച്ചത്. ശാരംഗ സാർ ക്ലാസ്സിൽ. വിവാഹം കഴിഞ്ഞു. 2 കുട്ടികൾ. ആരെല്ലാം ഉണ്ടോ? എൻ്റെ പേര് മാഹിൻ അബൂബക്കർ. പതിയാങ്കരയാണ് വീട്. 10Dയിൽ ശർമ്മ സാറിൻ്റെ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ വലിയഴീക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അടുത്തത് നമ്മുടെ അധ്യാപകർ നിങ്ങളുമായിട്ട് സംവദിക്കുകയാണ്. റോയ് സാർ. ആദിൽ എസ്. സുലേഖ 10Dയിൽ പഠിച്ച സുലേഖയുടെ മകനാണ്. ഫുൾ A+. ഇത് കൊടുക്കാൻ വേണ്ടി റോയ് സാർ. മുഹമ്മദ് റാഫിദ്. ഷഹന 10Dയിൽ പഠിച്ചത്. ഇത് കൊടുക്കാൻ വേണ്ടി ശാരംഗൻ സാറിനെ ക്ഷണിക്കുന്നു. നേരം ഇത്രയും അതിക്രമിച്ചിരിക്കുന്നു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മാഹീനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഫസലുദ്ദീൻ ഷിയാസ്, അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ വളരെ ഒരു പ്രയത്നത്തിൻ്റെ പര്യവസാനമാണ് എന്ന് മാഹിൻ ഇത് തുടക്കത്തിൽ ഏതാണ്ട് ഒരു 6 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഇത് സംഘടിപ്പിക്കും. ഇതിൻ്റെ പ്രയാസം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് 15ാമത്തേതാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. ഇതേപോലെ ഒരു സൗഹൃദ കൂട്ടായ്മ ഇവിടെ പല തരത്തിലുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നിൽക്കുന്നത്, ഇത് ഓർമ്മ വരുന്നില്ല, 93 ബാച്ചാണ്. നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. പത്തിശ്ശേരിക്കാരനായ സുജിത്ത് കൺട്രാക്ടറാണ്. KSRTC കൺട്രാക്ടറാണ്. ഇപ്പോൾ അവൻ നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ സുജിത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കൂട്ടായ്മ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കാളികളായിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കുടുംബം കിട്ടുമോ? എല്ലാവരും കിട്ടുമോ? ഫുള്ള് ഒന്ന് പറയണേ. ഔട്ടാവുന്നുള്ളൂ. റോയ് സാറും സൂസൻ ടീച്ചറും അതിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് തന്നെ 6-7 പേർക്കാണെന്ന് തോന്നുന്നു ആ രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ആ ബാച്ചിൽ പഠിച്ച ഈ കൂട്ടായ്മയിലെ ഏതൊരാൾക്കും ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ ആ ദുഃഖത്തിലും അതോടൊപ്പം അവരുടെ സന്തോഷത്തിലും നിങ്ങൾ പങ്കെടുക്കണം. ഈ കൂട്ടായ്മ ഒരു വലിയ സൗഹൃദമായി നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് സംഘടിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയ സുഹൃത്തും കൂടിയായ മാഹിൻ, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് സ്വാഗതമർപ്പിച്ച പ്രിയ സുഹൃത്ത് ഫസിൽ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട അധ്യാപകൻ മുരളി സാർ, എൻ്റെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്ന
റോയി സാർ തുടങ്ങിയ പ്രിയപ്പെട്ട അധ്യാപകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും പല മുഖങ്ങളും വളരെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടെങ്കിലും ഓർക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുള്ള എൻ്റെ പ്രിയ സഹപാഠികൾ, 2023 SSLC പാസ്സായി നമ്മൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇവിടെ തിരിച്ചെത്തുന്നത്. സത്യത്തിൽ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പൊതു വിദ്യാർത്ഥി സംഗമം നടത്തണം എന്ന ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമുക്കത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഷെമീനയുടെയും ഫസലിൻ്റെയും ഷിയാസിൻ്റെയും മാഹിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ വേഗം തന്നെ ഏകദേശം ഒരു 4-5 മാസക്കാലത്തിനുള്ളിൽ കൃത്യമായ ഇടപെടലും ഇതുപോലെ കൂടിച്ചേരൽ ആഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇങ്ങനെയൊരു വിദ്യാർത്ഥി സംഗമം നടത്തുവാൻ പ്രയത്നിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രായത്തിലും നമ്മളെയൊക്കെ കാണണമെന്നും നമ്മളോടൊക്കെ സംസാരിക്കണമെന്നും ഉള്ള നമ്മളോടുള്ള സ്നേഹത്തിൻ്റെയൊക്കെ ഫലമായി നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ മോശം അന്തരീക്ഷമാണുള്ളത്. ഈ സാഹചര്യത്തിലും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അധ്യാപകർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതയാത്രയിൽ നല്ലത് മാത്രം സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ സാറന്മാർക്കും എൻ്റെ നന്ദി. ഒരുപാട് എല്ലാവരെയും കാണാനും അവരുമായി സംസാരിക്കാനും കഴിഞ്ഞതിൽ പഴയ കൂടെ പഠിച്ച എല്ലാ കൂട്ടുകാരുമായി സംസാരിക്കാനും സഹകരിക്കാനും എല്ലാം കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ഈ പരിപാടിക്ക് ആശംസ പറയാൻ ആരെങ്കിലും വന്നാൽ പറയാം. അല്ലേ? അങ്ങനെയാണ് നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. നന്ദി അറിയിക്കുന്നത് ഷിയാസ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ 2003 ബാച്ചിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഇത്രയും മഴയും മറ്റുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ച് ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡ് പോലും കഴിക്കാതെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തിരുന്ന സാറന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് കാര്യങ്ങൾ എല്ലാം വളരെ വൃത്തിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് നിൽക്കാക്ക് നമ്മുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരനാണിത്, അവൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നതാണ്. എൻ്റെ റിക്വസ്റ്റ് പ്രകാരം പുള്ളി ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് വീഡിയോ എടുത്ത് എല്ലാം തരാമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതാണ് പുള്ളി. അപ്പോൾ അവന് പ്രത്യേക എക്സ്പ്രഷൻ നന്ദി അറിയിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വീഡിയോസ്, പ്രൊമോഷൻ വീഡിയോസ് എല്ലാം ഗ്രൂപ്പിലിട്ടിരുന്നു, 1-2 വീഡിയോസ്. അതെല്ലാം ചെയ്തു തന്നത് അവൻ്റെ കെയർ ഓഫിലാണ്, എൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. അവർ ഈ സമയത്ത് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഫുഡ് കാര്യങ്ങൾ എല്ലാം നമുക്ക് കൈകാര്യം ചെയ്തു തന്നെല്ലാം നന്ദി. രഞ്ജിനിക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ും